നമസ്കാരം. അമേരിക്കൻ യുദ്ധക്കപ്പലുകൾക്കും യാത്രാക്കപ്പലുകൾക്കും ഇനിമേൽ തങ്ങൾ ഇന്ധനം നൽകില്ല എന്ന പ്രഖ്യാപനവുമായി നോർവേയിലെ ഏറ്റവും പ്രമുഖമായ എണ്ണ കമ്പനി യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയോട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും വൈസ് പ്രസിഡന്റ് JD വാൻസും ഉൾപ്പെടെയുള്ളവർ അപമര്യാദയായി പെരുമാറിയതിൽ പ്രതിഷേധിച്ചാണ് തങ്ങൾ ഇത്തരത്തിലുള്ളൊരു തീരുമാനമെടുത്തത് എന്നാണ് കമ്പനി വാർത്താക്കുറിപ്പിൽ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. അമേരിക്കയുമായി ഏറ്റവും മികച്ച ബന്ധം പുലർത്തുന്ന രാജ്യമാണ് നോർവേ. നോർവേയുടെ തീരങ്ങളിലൊക്കെ തന്നെ അമേരിക്കൻ കപ്പലുകൾ പട്രോളിംഗ് നടത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കമ്പനിയുടെ ഈ ഒരു തീരുമാനം നോർവേ സർക്കാരിനെയും ആശങ്കയിലാഴ്ത്തിയിരിക്കുകയാണ്. നോർവേ സർക്കാർ പറയുന്നത് തങ്ങൾ ഇപ്പോഴും അമേരിക്കയ്ക്ക് പിന്തുണ പ്രഖ്യാപിക്കുന്നു. ഇപ്പോഴത്തെ ഈ തീരുമാനം കമ്പനിയുടേത് മാത്രമാണ്, നോർവേയിലെ സർക്കാരിൻ്റേതല്ല എന്ന് അവിടുത്തെ പ്രതിരോധ മന്ത്രി ഉൾപ്പെടെയുള്ളവർ അമേരിക്കയെ അറിയിച്ചിട്ടുണ്ട്. എങ്കിലും ഇതിൻ്റെ പ്രത്യാഘാതങ്ങൾ ഒരുപക്ഷെ വരും ദിവസങ്ങളുണ്ടാകാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയുകയില്ല. നോർവേയിലെ ഏറ്റവും വലിയ എണ്ണ കമ്പനിയായ ഹാൾട്ട് ബാക്ക് ബങ്കേഴ്സ് ആണ് ഈ നിർണായക തീരുമാനം പ്രഖ്യാപിച്ചത്. നിരന്തരമായി തന്നെ അപമാനിക്കുമ്പോഴും വളരെ സമയത്തോടെ ക്ഷമയോടെ അവർക്ക് മുന്നിൽ നിന്ന് കാര്യങ്ങൾ വിശദീകരിച്ച സെലൻസ്കിയോട് തങ്ങൾക്ക് ആദരമാണ് തോന്നുന്നത് എന്നാണ് ഇപ്പോൾ കമ്പനി വൃത്തങ്ങൾ അറിയിച്ചിരിക്കുന്നത്. നോർവേയിൽ വിന്യസിച്ചിട്ടുള്ള അമേരിക്കയുടെ പടക്കപ്പലുകൾക്കും യാത്രാക്കപ്പലുകൾക്കും എല്ലാം തന്നെ ഇത് ബാധകമാണ് എന്നും നോർവേയിലെ തുറമുഖങ്ങളിലൊന്നും തന്നെ തങ്ങൾക്കുള്ള എണ്ണ ടാങ്കറുകളിൽ നിന്ന് ഇനി ഒരു കാരണവശാലും അമേരിക്കൻ കപ്പലുകൾക്ക് ഇന്ധനം നൽകുകയില്ല എന്നുമാണ് കമ്പനിയുടെ പ്രഖ്യാപനം. മാത്രമല്ല, അമേരിക്കൻ പ്രസിഡന്റ് പദവിയിൽ നിന്ന് ഡൊണാൾഡ് ട്രംപ് വിരമിക്കുന്നതുവരെ ഈ തീരുമാനം തുടരാനാണ് കമ്പനി തീരുമാനിച്ചിട്ടുമുള്ളത്. അമേരിക്കക്കാർക്ക് ഇനി ഇന്ധനമില്ല എന്നാണ് കമ്പനിയുടെ ഫേസ്ബുക്ക് പേജിൽ അവർ കുറിച്ചിട്ടുള്ളത്. പിന്നീട് ഈ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് അവർ ഡിലീറ്റ് ചെയ്തിരുന്നു. എങ്കിലും തങ്ങളുടെ നിലപാടിൽ മാറ്റമില്ല എന്ന് തന്നെയാണ് കമ്പനി വൃത്തങ്ങൾ ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. ഒരു കാരണവശാലും അമേരിക്കക്കാർക്ക് ഇനി ഇന്ധനം നൽകില്ല എന്ന് തന്നെയാണ് കമ്പനിയുടെ തീരുമാനം. യുക്രൈൻ ആക്രമിച്ചതിന് തൊട്ട് പിന്നാലെ തന്നെ റഷ്യയിലെ എല്ലാ സ്ഥാപനങ്ങളുമായുള്ള തങ്ങളുടെ വ്യവസായ ബന്ധങ്ങൾ അവസാനിപ്പിച്ചതായും കമ്പനി അറിയിച്ചിട്ടുണ്ട്. ഇത് തങ്ങൾക്ക് നഷ്ടക്കച്ചവടമാണ് എന്ന് അറിയാമെങ്കിൽ പോലും തങ്ങൾക്ക് തങ്ങളുടേതായ ചില ധാർമ്മിക നിലവാരം ഉണ്ടെന്നും തങ്ങൾ സ്വകാര്യ കമ്പനി ആയതുകൊണ്ട് തന്നെ സർക്കാരിന് ഇതിൽ ഇടപെടാൻ കഴിയുകയില്ല എന്നുമാണ് ഇപ്പോൾ ഈ എണ്ണ കമ്പനി വ്യക്തമാക്കിയിരിക്കുന്നത്. അതിനിടെ കഴിഞ്ഞ ദിവസം ലണ്ടനിലെത്തിയ യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിക്ക് ഹാർദവമായ വരവേൽപ്പാണ് ലഭിച്ചത്. യൂറോപ്യൻ രാജ്യങ്ങളിലെ ഭരണാധികാരികൾ അവിടെ ഒത്തുകൂടിയിരുന്നു. അവരുമായൊക്കെ തന്നെ വളരെ സൗഹൃദ അന്തരീക്ഷത്തിലാണ് സെലൻസ്കി ചർച്ച നടത്തിയത്. യുക്രൈന് യൂറോപ്യൻ യൂണിയനിലെ രാജ്യങ്ങളൊക്കെ തന്നെ പിന്തുണ പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ കൂടിയാണ് അദ്ദേഹത്തിന് ഈ ഒരു വരവേൽപ്പ് ലഭിച്ചത്. ഏതായാലും വരും ദിവസങ്ങളിൽ ഈ അമേരിക്കയുടെ നിലപാടിനെതിരെ കൂടുതൽ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ രംഗത്തെത്തും എന്നാണ് പറയപ്പെടുന്നത്. കൂടാതെ അമേരിക്കൻ പ്രസിഡന്റിൻ്റെ ഇപ്പോഴത്തെ പ്രധാന സഹായിയുള്ള ഒരാളെ ഇലോൺ മസ്ക് അമേരിക്ക എത്രയും വേഗം നാറ്റോ സഖ്യം വിടണമെന്നും ഐക്യരാഷ്ട്ര സഭയിൽ നിന്നൊക്കെ പിന്മാറണമെന്നും ആവശ്യപ്പെട്ടത് പല യൂറോപ്യൻ രാജ്യങ്ങളെയും ചൊടിപ്പിച്ചിട്ടുണ്ട്. ഇതൊക്കെ പറയാൻ മസ്കിന് എന്താണ് അധികാരം എന്ന രീതിയിലാണ് ഇപ്പോൾ പലരും ചോദ്യങ്ങൾ ചോദിക്കുന്നത്. ഏതായാലും ചുമതലയേറ്റ് 1 മാസം ഏതാനും ദിവസങ്ങളും പിന്നിടുമ്പോൾ ഡൊണാൾഡ് ട്രംപ് എടുത്ത പല തീരുമാനങ്ങളും രൂക്ഷമായ വിമർശനത്തിന് തന്നെ വിധേയരായിട്ടുണ്ട്. പല തീരുമാനങ്ങളും കോടതിയിൽ ചോദ്യം ചെയ്യപ്പെട്ടിട്ടുണ്ട്. കോടതികൾ തന്നെ ഈ ഉത്തരവുകൾക്കെതിരെയും രംഗത്തെത്തിയിരിക്കുകയാണ്.